ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ആദ്യം നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനും അതിനോടൊപ്പം തന്നെ GK ക്വസ്റ്റ്യനുമാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകളിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന GK വിഭാഗം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിന്റെ ബാക്കി ചോദ്യങ്ങളാണ്. അരുണാചൽ പ്രദേശിന്റെ 2 ദിവസങ്ങളിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് ആദ്യമേ പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2020 ദേശീയ അധ്യാപക പുരസ്കാരം ലഭിച്ച മലയാളി അധ്യാപിക ആര് എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ അധ്യാപിക പുരസ്കാരം പ്രഖ്യാപിച്ചു അല്ലെ, 2 പേർക്കാണ് ലഭിച്ചത്. അതിൽ മലയാളി അധ്യാപികയാണ് T തങ്കലത. അപ്പോൾ ഓർക്കുക, 2020 ദേശീയ അധ്യാപക പുരസ്കാരം ലഭിച്ച മലയാളി അധ്യാപിക ആരാണ്? T തങ്കലത. അതുപോലെ അധ്യാപനത്തിൽ സാങ്കേതികത കൊണ്ട് മികവ് തെളിയിച്ചതിന് 2020 ദേശീയ അവാർഡ് പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? S സജികുമാർ ആണ്. ഇപ്പോൾ S സജികുമാർ ആണ് 2020 അധ്യാപനത്തിൽ സാങ്കേതികത കൊണ്ട് മികവ് തെളിയിച്ചതിന് 2020 ദേശീയ അവാർഡ് അധ്യാപക പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? S സജികുമാർ. അപ്പോൾ ഇത് ഓർക്കുക, 2 പേർക്ക് ഇപ്പോൾ ദേശീയ അധ്യാപക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന് T തങ്കലത, ഒന്ന് S സജികുമാർ. അപ്പോൾ S സജികുമാർ, T തങ്കലത എന്നിവർക്കാണ് ദേശീയ അധ്യാപക പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകം ഓർത്ത് പഠിക്കുക. ഇനി അടുത്ത ചോദ്യം: 2020 ഓഗസ്റ്റിൽ കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? നമുക്കറിയാം, രാജ്യസഭയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ ആരാണ്? MV ശ്രേയാംസ് കുമാർ ആണ്. ആരാണ് MV ശ്രേയാംസ് കുമാർ എന്ന് പറഞ്ഞാൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന MB വീരേന്ദ്രകുമാറിന്റെ മകനാണ്. ആര്? MV ശ്രേയാംസ് കുമാർ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒഴിവിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ആരാണ്? MV ശ്രേയാംസ് കുമാറാണ് ഇപ്പോൾ 2020 ഓഗസ്റ്റിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് അല്ലേ. അപ്പോൾ നമുക്ക് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 9 സീറ്റുകളാണ് അല്ലേ. അപ്പോൾ 9 മലയാളികൾക്ക് പുറമെ 5 മലയാളികൾ കൂടി പുറത്തുനിന്ന് നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 14 മലയാളികളാണ് മൊത്തം രാജ്യസഭയിലേക്കുള്ളത്. 9 മലയാളികൾ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിൽ നിന്ന് വിജയിച്ചവരാണ്. പോയിട്ട് 5 പേര് പുറത്തുനിന്നുള്ള അപ്പോൾ ആകെ 14 മലയാളികളാണ് രാജ്യസഭയിലേക്കുള്ളത്. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു: 2020 ഓഗസ്റ്റിൽ കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? MV ശ്രേയാംസ് കുമാർ. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റോപ്പ് വേ സ്ഥിതി ചെയ്യുന്നത്. നദിക്ക് കുറുകെയാണ്. ഏത് നദിക്കാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ്. ഏകദേശം 1.8 കിലോമീറ്റർ ആണ് ഇതിന് നീളം. 1.8 കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത്. ഇതെവിടെയാണ്? അസമിലാണ്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ്. അപ്പോൾ ഇത് ഗുവാഹത്തി പാസഞ്ചർ റോഡ് വേ പ്രോജക്റ്റ് ആണ് ഇന്ന് അറിയപ്പെടുന്നത്. ഇതാണ് ഗുവാഹത്തി പാസഞ്ചർ റോഡ് വേ പ്രോജക്റ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റോപ്പ് വേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റോപ്പ് വേ നദിക്ക് കുറുകെയാണ്. ഓഗസ്റ്റ് 24 ഇത് ഇനാഗുറേഷൻ ചെയ്തിരിക്കുന്നത്. 56 കോടി രൂപയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് തുക എന്ന് പറയുന്നത്. അപ്പോൾ 56 കോടി രൂപ മുതൽ മുടക്കിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ ചെയ്തിരിക്കുന്നത്. ഇതിന് നദിക്ക് കുറുകെ. എവിടെയാണ്? അസമിലാണ്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ്. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ എയർഫോഴ്സ് ആരംഭിച്ചിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്ന്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരാൻ വേണ്ടി അതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അത് തയ്യാറാക്കിയിരിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് MyIAF എന്നാണ്. MyIAF, മൈ ഇന്ത്യൻ എയർഫോഴ്സ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം. മൈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഷോർട്ട് ആക്കിയിട്ടാണ് MyIAF. ഇത് CDAC ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CDAC കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ എയർഫോഴ്സ് ആരംഭിച്ചിരിക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ്
IAF. അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഭാഗം അരുണാചൽ പ്രദേശിൻ്റെ ബാക്കി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: സൂര്യോദയത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിനെ അറിയപ്പെടുന്നത് സൂര്യോദയത്തിൻ്റെ നാട് എന്നാണ്. അതുപോലെ സപ്തസുന്ദരികളുടെ നാട് എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ്. അപ്പോൾ സപ്തസുന്ദരികളുടെ നാട് എന്ന് അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നു. മറ്റൊന്ന് സെവൻ സിസ്റ്റേഴ്സ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. സെവൻ സിസ്റ്റേഴ്സ് സ്റ്റേറ്റ്. അപ്പോൾ ഇങ്ങനെയും അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നു. ഇനി മറ്റൊരു വിശേഷണമാണ് സസ്യശാസ്ത്രജ്ഞരുടെ പറുദീസ എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. സസ്യശാസ്ത്രജ്ഞരുടെ പറുദീസ. ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ഓർക്കിഡ് നഗരം എന്ന് വിളിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ തെക്കൻ ടിബറ്റ് എന്ന് ചൈന വിളിക്കുന്നത് അരുണാചൽ പ്രദേശിനെയാണ്. അപ്പോൾ ചുവന്ന മലകളുടെ നാട്, ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം, തെക്കൻ ടിബറ്റ് എന്ന് ചൈന അരുണാചൽ പ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. ഈ അരുണാചൽ പ്രദേശിലെ പ്രസിദ്ധമായ കൃഷിരീതിയാണ് ജുമ്മിങ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ പ്രസിദ്ധമായ കൃഷിരീതി അറിയപ്പെടുന്നത് ജുമ്മിങ് എന്നാണ്. അരുണാചൽ പ്രദേശിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പരശുറാം കുണ്ട്, ഭീമസ്ക് നഗർ, മാലിനി താൻ, ആകാശി ഗംഗ, ബോധ്മില, ഇറ്റാനഗർ. അപ്പോൾ അരുണാചൽ പ്രദേശിലെ പ്രധാന വിനോദസഞ്ചാരങ്ങൾ ഇവയാണ്: പരശുറാം കുണ്ട്, ഭീമസ്ക് നഗർ, മാലിനി താൻ, ആകാശി ഗംഗ, ബോധ്മില, ഇറ്റാനഗർ. ഇനി അരുണാചൽ പ്രദേശിലെ സെവൻ സിസ്റ്റേഴ്സ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സെവൻ സിസ്റ്റേഴ്സ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, അരുണാചൽ പ്രദേശ്. ഇതിനെയാണ് സെവൻ സിസ്റ്റേഴ്സ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. 7 സ്റ്റേറ്റുകൾ ചേർന്നതിനാണ് സെവൻ സിസ്റ്റേഴ്സ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിന് ഈ പേര് നൽകിയിരിക്കുന്നത് ബിബ ബസുദാസ് ശാസ്ത്രിയാണ്. അപ്പോൾ ബിബ ബസുദാസ് ശാസ്ത്രിയാണ് അരുണാചൽ പ്രദേശിന് ഈ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അരുണാചൽ പ്രദേശിൻ്റെ ഈ GK ക്വസ്റ്റ്യൻ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കൂടി കവർ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: അർജുന അവാർഡ് 2020 ലഭിച്ച ആദ്യ മലയാളി ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ശിവകേശവനാണ്. അപ്പോൾ ശിവകേശവനാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കുമുള്ള കൺഗ്രാജുലേഷൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്: യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 5 തവണ കിരീടം നേടിയ ടീം ഏതാണ്? അപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 5 തവണ കിരീടം നേടിയ ടീം ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.